ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഉണ്ടൻ പൊരി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Seem to get out, but something deep inside won't let me quit. I swear that I'm inspired by all this shit. Tell me that I can't and നമ്മൾ ഉണ്ടംപൊരിക്ക് ആവശ്യമായിട്ടുള്ള ആട്ടപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. 2 കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് ബേക്കിംഗ് സോഡ, കുറച്ച് ജീരകം നമ്മൾ പൊടീൻ്റെ അകത്തേക്ക് കൂടുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പം നമ്മൾ മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കുവാൻ. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ടംപൊരിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. ഈ മാവ് നമുക്കൊന്ന് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മളെ ഉണ്ടംപൊരീൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശായിട്ട് ഉരുട്ടിയിട്ട് എണ്ണയിലേക്ക് ഇടാം. നമ്മൾ എണ്ണ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓവർ ചൂടുണ്ടാകാൻ പാടില്ല. ഒരു മീഡിയം ചൂടിൽ വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കയ്യിൽ വെള്ളം നനച്ചിട്ട് ഇങ്ങനെ മാവ് എടുക്കുക, ഉരുട്ടിയാക്കുക. എന്നിട്ട് പതുക്കെ എണ്ണയിലേക്ക് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടി. ഇതില്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞിട്ടും ഫുള്ള് വേവാണ്ടുമായി പോവും. നമ്മുടെ ഉണ്ടംപൊരി ഇങ്ങനെ കളറായി വരുന്നുണ്ട്. നല്ലോണം വന്നതിന് ശേഷം നമ്മളിത് കോരിയെടുക്കാം. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ടംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൊരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. നമ്മളെ ഉണ്ടംപൊരിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി കാണും വരെ നിങ്ങളിൽ നിന്നും വിട വാങ്ങുന്നു. ഗുഡ് ബൈ.